അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം തീരത്തും അടിഞ്ഞു. വർക്കല പാപനാശം തീരത്തും മാന്തറയിലും അഞ്ചുതെങ്ങ് ഐരൂർ വർക്കല ഇടവ തീരങ്ങളിലുമാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. രാവിലെയോടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി തീരപ്രദേശങ്ങളായ അഞ്ചുതെങ്ങ് ഐരൂർ വർക്കല ഇടവ പ്രദേശങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞത്. അഞ്ചുതെങ്ങ് മാമ്പള്ളി മുതലപ്പൊഴി എന്നീ തീരങ്ങളിൽ കണ്ടെയ്നറുകൾക്കുള്ളിലെ പാഴ്സലുകൾ ഒഴുകി നടക്കുന്നതായി കോസ്റ്റൽ പോലീസും അറിയിച്ചിരുന്നു. കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ MSC എൽസ 3 കപ്പലിലെ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത് ആദ്യം പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ഉപ്പുകല്ലുകൾ പോലുള്ള വസ്തുക്കൾ തീരത്ത് വെള്ളനിറത്തിൽ അടിഞ്ഞുകൂടി. അപകടകരമായ രാസവസ്തുക്കളാണ് കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നതെന്ന അഭ്യൂഹം ആശങ്ക സൃഷ്ടിച്ചു. എന്നാൽ തീരത്തടിഞ്ഞത് കാൽസ്യം കാർബൈഡ് അല്ലെന്നും പോളിയെത്തിലീനാണെന്നും വിദഗ്ധർ വിശദീകരിച്ചു. പോളിയെത്തിലിൻ അതായത് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ഗ്രാനുൾസ് ആണ് ആക്ച്വലി ഇത് വന്നിരിക്കുന്നതിനകത്ത്. ഇത് നിലവിൽ നമ്മൾ MSDS പരിശോധിക്കുമ്പോൾ അത് നോൺ അസാർട്ട് ആണ് അതിനകത്ത്. എന്നാൽ പോലും ഈ തീരങ്ങളിൽ അടിഞ്ഞുകൂടിയതെല്ലാം ക്ലീൻ ചെയ്യുന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ ഡെപ്യൂട്ടി തഹസിൽദാർക്കും ബാക്കിയുള്ള ലോക്കൽ പോലീസും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാപനാശം തീരത്ത് ഒഴുകി നടന്ന പൊളിഞ്ഞ കണ്ടെയ്നർ വർക്കല ടൂറിസം പോലീസും നാട്ടുകാരും ചേർന്ന് കയറുപയോഗിച്ച് കെട്ടിയിട്ടു. വർക്കല മാന്തറ ബീച്ചിൽ പാറയിടുക്കിൽ തകർന്ന കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളും അടിഞ്ഞിരുന്നു. കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തെത്താൻ സാധ്യതയുണ്ടെന്നും കണ്ടെയ്നറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരിസരത്ത് പൊതുജനങ്ങൾ പോകാൻ പാടില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴയ്ക്കും കൊല്ലത്തിനും പിന്നാലെ ഇപ്പോൾ തിരുവനന്തപുരത്തും MSC എൽസ 3യിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കരക്കടിയുകയാണ്. വരും ദിവസങ്ങളിലും കണ്ടെയ്നറുകൾ കരക്കടിയാനുള്ള സാധ്യതയുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങളടക്കം അറിയിക്കുന്നുണ്ട്. നിലവിൽ അപകടകരമായ വസ്തുക്കൾ ഒന്നും തന്നെ കരക്കടിഞ്ഞിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എന്നാൽ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വർക്കല പാപനാശത്ത് നിന്നും ക്യാമറാമാൻ സത്യരാജിനൊപ്പം VS അനന്തു, ദൂരദർശൻ ന്യൂസ്.